നമസ്കാരം. എല്ലാവർക്കും ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹാരിസ് കാവനൂർ. നാളിൽ നാടിൻ്റെ ഉത്സവമായി എളയൂരിൽ നാട്ടൊരുമ സമ്മേളനം. ആവേശമായി കമ്പവലിയും കോൽക്കളിയും. നാട്ടൊരുമ സംഘടിപ്പിച്ചത് പോപ്പുലർ ഫ്രണ്ട് ജനമഹാസമ്മേളന പ്രചരണാർത്ഥം. കമ്പവലി കാണാൻ ഒഴുകിയെത്തിയ ജനത്തെ നിയന്ത്രിക്കാനാവാതെ സംഘാടകർ. ഏറനാടൻ നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും. റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന പ്രമേയത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ 17 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കോഴിക്കോട് നടത്താനിരിക്കുന്ന ജനമഹാസമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം എളയൂരിൽ സംഘടിപ്പിക്കപ്പെട്ട നാട്ടൊരുമ സമ്മേളനം നാടിൻ്റെയൊന്നാകെ ഉത്സവമായി മാറി. ദൂരദിക്കിൽ നിന്ന് പോലും കമ്പവലി മത്സരം കാണാനും സമ്മേളനത്തിൽ പങ്കെടുക്കാനും എത്തിയ ആളുകളെ നിയന്ത്രിക്കാനാവാതെ സംഘാടകർ പാടുപെട്ടു. വൈകുന്നേരം 4:30 മണിക്ക് നടന്ന കമ്പവലി മത്സരം ജനപങ്കാളിത്തം കൊണ്ടും ആവേശം കൊണ്ടും നാടിനെ കോരിത്തരിപ്പിച്ചു. 8 ടീമുകൾ ഇഞ്ചോടിഞ്ച് പോരാടിയ കമ്പവലി മത്സരം വാശിയും ഉശിരും കൊണ്ട് കാണികളെ ത്രസിപ്പിക്കുന്നതായി. ആവേശത്തിൻ്റെ കൊടിമുടികേറിയ മത്സരത്തിൽ സുഫൈൽ നയിച്ച മീഞ്ചറ 1ാം സ്ഥാനവും സുഗീഷ് നെച്ചിക്കാടൻ നയിച്ച തോട്ടുങ്കൽ ബോയ്സ് ചോലയിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളായ ടീമുകൾക്ക് പുറമെ കോലോത്ത് അബു നയിച്ച എളയൂർ, PT മജീദ് നയിച്ച ചെങ്ങര, ഖാദർ നയിച്ച പാലക്കാപ്പറമ്പ്, ബിച്ചാപ്പു നയിച്ച പല്ലാരപ്പറമ്പ്, ശിഹാബ് നയിച്ച പുളിങ്ങോട്ടുപുറം, PC സുബേർ നയിച്ച സ്രാഞ്ചിക്കൈ എന്നിവയാണ് ശക്തിയും വാശിയും ഒന്നിച്ച് ഏറ്റുമുട്ടുന്ന കമ്പവലിയിൽ
വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നുഫൈൽ നയിച്ച മീഞ്ചറ ടീമിന് സമ്മാനമായി ലഭിച്ചത് 1 വയസ്സിലധികം പ്രായം വരുന്ന മുട്ടനാടിനെയായിരുന്നു. വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നുഫൈൽ നയിച്ച മീഞ്ചറ ടീമിന് സമ്മാനമായി ലഭിച്ചത് 1 വയസ്സിലധികം പ്രായം വരുന്ന മുട്ടനാടിനെയായിരുന്നു. ജനം തിങ്ങി നിറഞ്ഞ സദസ്സിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് സിറാജ് വണ്ടൂരിൽ നിന്നും ടീം ക്യാപ്റ്റൻ നുഫൈൽ സമ്മാനം ഏറ്റുവാങ്ങി. രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയ സുഗീഷ് നെച്ചിക്കാടൻ നയിച്ച തോട്ടുങ്കൽ ബോയ്സ് ചോലയിൽ ടീമിന് 7 പൂവൻ കോഴികളാണ് സമ്മാനമായി ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് മലപ്പുറം ജില്ലാ സെക്രട്ടറി സമദിൽ നിന്നും തോട്ടുങ്കൽ ബോയ്സ് ചോലയിൽ ടീം ക്യാപ്റ്റൻ സുഗീഷ് നെച്ചിക്കാടൻ രണ്ടാം സമ്മാനം ഏറ്റുവാങ്ങി. മത്സരം വീക്ഷിക്കാനെത്തിയ മത്സരം വീക്ഷിക്കാനെത്തിയ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുത്തവർക്കും എല്ലാ നാട്ടുകാർക്കുമായി സൗജന്യമായി ചായമക്കാനിയിൽ ചായയും പലഹാരവും പഴവും ഒക്കെ ഉണ്ടായിരുന്നു. സംഘാടകർ തന്നെ സൗജന്യമായി ഏർപ്പാടാക്കിയിട്ടുള്ള ചായമക്കാനി ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി. വൈകുന്നേരം 5 മണിക്ക് ചായമക്കാനി നാട്ടുകാരണവരും കോൽക്കളി കമ്പക്കാരനുമായ PP കുട്ടിയമാക്ക ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നാട്ടറുമ സമ്മേളനത്തിൽ പതാക ഉയർത്തൽ കർമ്മം രാവിലെ എളയൂരിലെ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പ്രോഗ്രാം കൺവീനർ PP ഷൗക്കത്ത് അലി നിർവഹിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നാട്ടുകാരുടെ പേരിൽ ഏരിയ സമ്മേളനം. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് സമ്മേളനം അടുത്ത 17-ാം തീയതി സെപ്റ്റംബർ 17-ാം തീയതി നടക്കുന്നത്. അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് കാവനൂർ പഞ്ചായത്തിൽ എളയൂരിൽ ചെങ്ങര എളയൂർ ഏരിയകൾ സംയുക്തമായി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം ആദ്യം വടംവലി മത്സരം, അതുപോലെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഇന്ത്യൻ റിപ്പബ്ലിക് അത്യന്തം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും റിപ്പബ്ലിക്കിന്റെ സംരക്ഷണത്തിനായി അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ജനം മുന്നോട്ടു വരേണ്ടുന്ന സമയമാണിതെന്നും പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്ത് PP ഷൗക്കത്ത് അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജനമഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച നാട്ടറുമ ഏരിയ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സിറാജ് വണ്ടൂർ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുൻപേ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പുകൾ പുലർന്നുകൊണ്ടിരിക്കുകയാണെന്നും
രാജ്യം അതിവേഗം വർഗീയ ചേരിതിരിവുകളിലേക്ക് നയിക്കപ്പെടുകയാണെന്നും ഇതിനെതിരിൽ അതിശക്തമായ ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നുവരേണ്ടതുണ്ടെന്നും ഉദ്ഘാടന പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക്കിനെ കാർന്നു തിന്നുന്ന എല്ലാവിധ ഭീഷണികളെയും നെഞ്ചൂക്കോടെ ഏറ്റെടുക്കാൻ കെൽപ്പുള്ള തലമുറ വളർന്നു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി സമദ് കാവനൂർ, SDPI കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മൂസക്കുട്ടി മാസ്റ്റർ, MP ഹനീഫ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. നാട്ടൊരുമ സമ്മേളനത്തിന്റെ പ്രോഗ്രാം കൺവീനർ PP ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ MP സ്വാഗതവും ജാഫർ MK നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട എഡ്രിക്കോട് താളലയം ടീമിന്റെ കോൽക്കളി ശ്രദ്ധേയമായി. എളയൂരിൽ കോൽക്കളിയുടെ ലഹരി നിറച്ചാണ് എഡരിക്കോട് ടീം മടങ്ങിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സമ്മാനം നേടിയ ടീം എളയൂരിൽ നടത്തിയ ഠമാർ പഠാറിൽ ഒപ്പം പാടി ജനങ്ങളും ആവേശത്തിലായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അതിഗംഭീരമായ പെർഫോമൻസോടെ 1ാം സമ്മാനം വാരിക്കൂട്ടിയ എഡരിക്കോട് താളലയം ടീം എളയൂരിൽ നടത്തിയത് നാടിനു മുഴുവൻ ത്രസിപ്പിക്കുന്ന ഠമാർ പഠാർ പെർഫോമൻസ് ആയിരുന്നു. സാവധാനത്തിൽ കളിയാശാന്മാർ ചൊല്ലുകൾക്ക് താളം പിടിച്ചു തുടങ്ങിയ ടീം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ചടുലമായ ചുവടുകളാൽ ഗ്രാമത്തെ തന്നെ ത്രസിപ്പിക്കുകയായിരുന്നു. ആവേശം കൊണ്ട് മുഴുവൻ ഗ്രാമവാസികളും മാപ്പിള കലാരൂപമായ കോൽക്കളിയുടെ ലാസ്യലയത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. കോൽക്കളിയുടെ ലൈവ് ഏറനാടൻ നാട്ടുവാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. എഡരിക്കോട് താളലയം ടീം നടത്തിയ ഠമാർ പഠാർ കോൽക്കളി കാണാൻ ഏറനാടൻ നാട്ടുലിംഗമർത്തുക. കൂടാതെ ജാസി ഫാൻസി ഉടമ മുഹമ്മദ് അലിയുടെ ഗാനം സദസ്സിന് ഗസൽ വിരുദ്ധത്തോടനുബന്ധിച്ച് നടത്തിയ ഷൂട്ടൌട്ട് മത്സരത്തിൽ ചെങ്ങര യൂണിറ്റിൽ നിന്ന് മുഹമ്മദ് റയ്യാൻ 1ാം സ്ഥാനവും അനസ് PT 2ാം സ്ഥാനവും നേടി. പല്ലാരപ്പറമ്പ് യൂണിറ്റിൽ നിന്ന് അഫ്ലഹ് C 1ാം സ്ഥാനവും അസ്മിൽ PC 2ാം സ്ഥാനവും മിഥിലാജ് C 3ാം സ്ഥാനവും നേടി. ഷൂട്ടൌട്ട് വിജയികൾക്കുള്ള സമ്മാന വിതരണം അബ്ദുറഹ്മാൻ MT, P ഷൗക്കത്ത് അലി, MP ഹനീഫ, അബ്ദുൽ ലത്തീഫ് ചങ്ങര, ജാഫർ MK തുടങ്ങിയവർ വിതരണം ചെയ്തു. നാട്ടുനന്മയുടെ നിറകാഴ്ചകളുമായി NTV. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം.
വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നുഫൈൽ നയിച്ച മീഞ്ചറ ടീമിന് സമ്മാനമായി ലഭിച്ചത് 1 വയസ്സിലധികം പ്രായം വരുന്ന മുട്ടനാടിനെയായിരുന്നു. ജനം തിങ്ങി നിറഞ്ഞ സദസ്സിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് സിറാജ് വണ്ടൂരിൽ നിന്നും ടീം ക്യാപ്റ്റൻ നുഫൈൽ സമ്മാനം ഏറ്റുവാങ്ങി. രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയ സുഗീഷ് നെച്ചിക്കാടൻ നയിച്ച തോട്ടുങ്കൽ ബോയ്സ് ചോലയിൽ ടീമിന് 7 പൂവൻ കോഴികളാണ് സമ്മാനമായി ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് മലപ്പുറം ജില്ലാ സെക്രട്ടറി സമദിൽ നിന്നും തോട്ടുങ്കൽ ബോയ്സ് ചോലയിൽ ടീം ക്യാപ്റ്റൻ സുഗീഷ് നെച്ചിക്കാടൻ രണ്ടാം സമ്മാനം ഏറ്റുവാങ്ങി. മത്സരം വീക്ഷിക്കാനെത്തിയ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുത്തവർക്കും എല്ലാ നാട്ടുകാർക്കുമായി സൗജന്യമായി ചായമക്കാനും ചായയും പലഹാരവും പഴവും ഒക്കെ ഉണ്ടായിരുന്നു. സംഘാടകർ തന്നെ സൗജന്യമായി ഏർപ്പാടാക്കിയിട്ടുള്ള ചായമക്കാനും ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാണ്. വൈകുന്നേരം 5 മണിക്ക് ചായമക്കാനും നാട്ടുകാരനവരും കോൽക്കളി കമ്പക്കാരനുമായ DP കുട്ടയുമാക്ക ഉദ്ഘാടനം ചെയ്തു. മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേട്ടിയേ കൊള്ളയും കൊലയും പലതന്ന് മലനാട്ടിൽ വെള്ളക്കാരും കൊള്ളക്കാരും കാട്ടിയേ 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേട്ടിയേ കൊള്ളയും കൊലയും പലതന്ന് മലനാട്ടിൽ വെള്ളക്കാരും കൊള്ളക്കാരും കാട്ടിയേ അലയൊലിപുരത്തിന്റെ ഭരണത്തെ കുലുക്കി ആലി സഹോദരന്മാരെ ഗാന്ധിജി അന്നിറക്കി മലബാറിൽ ഖിലാഫത്തും സ്വരാജുമായി മുടുക്കി ആലി മുസ്ലിയാർ മതപ്രസംഗവും നടത്തി. ഗാന്ധിജി അലി സഹോദരങ്ങൾ രംഗത്തിറങ്ങുന്നു. അതേപോലെ തന്നെ ഖിലാഫത്ത് സ്വരാജുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വാര്യകുലത്ത് കുഞ്ഞഹമ്മദ് ഹാജി ധീരമായി മുന്നേറുന്നു. ആലി മുസ്ലിയാർ മതപ്രസംഗം നടത്തുന്നു. ആലോചിച്ച് നോക്ക് നിങ്ങള്. അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ വിഴുങ്ങാൻ വന്ന ബ്രിട്ടീഷ് അധിനിവേശത്തെ തോൽപ്പിച്ചത് എന്ന് ചരിത്രം സാക്ഷിയാണ്. എന്താ വിഷയം? ഇന്ന് നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഷാഹിൻ ബാഗ് സ്ക്വയറുകൾ, ആസാദ് സ്ക്വയർ ഒക്കെ സംഘടിപ്പിച്ചപ്പോ ഏതെങ്കിലും ഒരു ഉസ്താദ് വന്ന് പാർട്ടിയോട് ചേർന്നുകൊണ്ട് ആ പരിപാടി തുടങ്ങിയാൽ മതേതരത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു, ഇല്ലേ? സംഘപരിവാരമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകമായ ഒരു സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടു. പക്ഷേ പ്രിയമുള്ളവരെ, വലിയ അനീതിയോട് നമ്മുടെ പൂർവികന്മാർ മുന്നേറിയത് ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അവിടെ ആലി
നാട്ടുനന്മയുടെ നിറകാഴ്ചകളുമായി NTV. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം.